അബ്ദുള്ളയുടെ ശരീരം കല്ലുവെട്ട് കുഴിയിൽ താഴ്ത്തിയെന്ന് ഇവരുടെ വാക്കുകളിലുണ്ട്. രാജന്റെ മൃതദേഹം എന്താണ് ചെയ്തത്? കക്കയം ഡാമിലെ ഒരു കുഴിയിൽ താഴ്ത്തിയെന്ന കഥ ഏറെക്കാലം മുൻപ് കേട്ടതാണ്. പഞ്ചസാരയിട്ട് കത്തിച്ചുവെന്ന് മറ്റൊരു കഥ. രാസവസ്തുക്കൾ ഇട്ട് കത്തിച്ചുവെന്നും പറഞ്ഞു കേട്ടിരുന്നു. ഞങ്ങളുടെ അന്വേഷണത്തിൽ ഈ കഥകളൊക്കെ ആവർത്തിക്കപ്പെട്ടു. വാക്കുകൾക്കിടയിൽ ഒന്ന് വ്യക്തം: കക്കയത്തെ ക്യാമ്പിൽ എന്തൊക്കെ സംഭവിച്ചുവെന്ന് പലർക്കും അറിയാം. മൃതദേഹം എന്ത് ചെയ്തുവെന്നും ഇനിയും തുറന്നു പറയാൻ തയ്യാറല്ലെന്ന് മാത്രം. പി രാജൻ കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. 1976 മാർച്ച് 1 പോലീസ് അറസ്റ്റ് ചെയ്തു. നക്സൽ ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു അറസ്റ്റ്. കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചവരുടെ കൂട്ടത്തിൽ രാജൻ ഉണ്ടായിരുന്നുവെന്ന് പോലീസ്. മന്ത്രിയെ ആക്ഷേപിക്കുന്ന പാട്ടുപാടിയതിനാണ് അറസ്റ്റെന്നും പറഞ്ഞു കേട്ടിരുന്നു. രാജനെ തേടി പിതാവ് ഈച്ചര വാര്യരുടെ അന്വേഷണം. കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്ന് പോലീസും സർക്കാരും. കെ കരുണാകരനും ഇത് ആവർത്തിച്ചു. പോലീസ് പിടിച്ചുകൊണ്ടുപോയെന്ന് കോളേജ് പ്രിൻസിപ്പലായിരുന്ന പ്രൊഫസർ കെ എം ബഹാവുദ്ദീൻ ഉറപ്പിച്ചു പറഞ്ഞു. രാജനെ കസ്റ്റഡിയിലെടുത്തുവെന്ന് പോലീസിന് സമ്മതിക്കേണ്ടി വന്നു. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് കെ കരുണാകരന് വിമർശം. കെ കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. കക്കയം ക്യാമ്പിൽ രാജനെ ഉരുട്ടിക്കൊന്നതാണെന്ന് കേസ്. ക്രൈംബ്രാഞ്ച് DIG ആയിരുന്ന ജയറാം പടിക്കൽ, TV മധുസൂദനൻ, കെ ലക്ഷ്മണ, പുലിക്കോടൻ നാരായണൻ, മോഹൻ തുടങ്ങിയവർ ആരോപണ വിധേയർ. കോയമ്പത്തൂരിലെ കോടതിയിലായിരുന്നു വിചാരണ. വിചാരണ കോടതി ജയറാം പടിക്കലിനെ ശിക്ഷിച്ചു. അപ്പീൽ കോടതി ജയറാം പടിക്കലിനെ കുറ്റവിമുക്തനാക്കി. രാജൻ കേസിൽ ആരോപണ വിധേയരെല്ലാം രക്ഷപ്പെട്ടു. അടിയന്തരാവസ്ഥക്കാലത്തെ പോലീസ് ഭീകരതയുടെ പ്രധാന സാക്ഷ്യപത്രമാണ് ഉത്തര കേരളത്തിലെ കക്കയം എന്ന ഈ മനോഹര ഗ്രാമം. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് 3.5 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും കക്കയം ഗ്രാമം ശാന്തമാണ്. എന്നാൽ അന്നത്തെ പോലീസ് ഭീകരതയുടെ ഭീതിയും അമർഷവും കക്കയത്തുകാരുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. കോഴിക്കോട് ജില്ലയിലെ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ടതിന് പിറകെയാണ് കക്കയത്ത് പോലീസ് ക്യാമ്പ് തുറക്കുന്നത്. ടിൻ ഷീറ്റ് അടിച്ച ഷെഡായിരുന്നു ക്യാമ്പ്. അല്പമകലെ KSEBയുടെ ഗസ്റ്റ് ഹൗസ്, പിന്നെ ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രവും. പ്രശാന്ത സുന്ദരമായ മലയടിവാരം ഭീകരതയുടെ താഴ്വരയായി. ഇവിടെയാണ് രാജനടക്കമുള്ളവർ ക്രൂരമായ പീഡനത്തിന് ഇരയായത്. രാജൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ എന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടത്. ജീവച്ഛവമായവർ നിരവധിയാണ്. രാജന്റെ മൃതദേഹം എന്തു ചെയ്തു എന്നറിഞ്ഞിരുന്നുവെങ്കിൽ കേസിൽ കുറ്റക്കാരെ കണ്ടെത്താമായിരുന്നു. അതുണ്ടായില്ല. അടിയന്തരാവസ്ഥക്കാലത്ത് സർവ്വതും നിയന്ത്രിച്ച രാഷ്ട്രീയ നേതാക്കളുണ്ടായിരുന്നു. കോഴിക്കോട് കാര്യങ്ങൾ നിയന്ത്രിച്ച നേതാക്കളിൽ ഒരാളാണ് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ വിശ്വസ്തൻ സാദിരിക്കോയ. രാജൻ കൊല്ലപ്പെട്ടതിന്റെ പിറ്റേന്ന് കക്കയം ക്യാമ്പിൽ പോയിരുന്നുവെന്ന് പറയുന്ന സാദിരിക്കോയ മൃതദേഹം ഡാമിൽ കെട്ടിത്താഴ്ത്തി എന്ന് പറയുന്നു. അതൊക്കെ പറഞ്ഞാൽ കേസ് വീണ്ടും വരുമെന്നും സാക്ഷിയാകേണ്ടി വരുമെന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. ഉരുട്ടിക്കൊലയാണോ? താങ്കൾ ഈ പോലീസ് ഓഫീസർമാരോട് സംസാരിച്ചപ്പോൾ അവരെന്താ പറയുന്നത്? ഈ ജയറാം പടിക്കലും ലക്ഷ്മണൊക്കെ സംസാരിച്ചിരുന്നു. എന്താ സംഭവിച്ചു? രാജൻ എന്ത് സംഭവിച്ചു എന്നുള്ളത്? രാജനെ സംബന്ധിച്ച് ചോദിച്ചപ്പം എനിക്ക് അവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞില്ല. എനിക്ക് അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് അതാണ് എനിക്ക് ബോധ്യം വന്നത്. ഇതിൽ ഇങ്ങനെ ആണ് സംഭവം ഉണ്ടായിരുന്നതിന് എൻ്റെ ഓർമ്മയിൽ ഒന്നും ഇല്ലെങ്കിൽ വലിയ സാക്ഷിയായി വരുമല്ലോ. അപ്പം അത് ഞാൻ തിരിച്ചു വരുമ്പോൾ ബുദ്ധിമുട്ടാണ്ടാന്ന് വെച്ചിട്ട് ഞാൻ വളരെ സൂക്ഷിച്ചിട്ട് അത് ആക്കി. അന്ന് കോഴിക്കോട്ടെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനായിരുന്നു KGK കുറുപ്പ്, CBCIDയിൽ SP. രാജൻ കൊല്ലപ്പെട്ടതിന് ശേഷം കക്കയം ക്യാമ്പിൽ പോയിരുന്നു ഇദ്ദേഹവും. കസ്റ്റഡിയിലെടുത്ത അന്ന് രാത്രി തന്നെ രാജൻ കൊല്ലപ്പെട്ടുവെന്ന് കുറുപ്പ് പറയുന്നു. ഇക്കാര്യം പറയുന്ന കത്ത് പ്രത്യേക ദൂതൻ വശം തിരുവനന്തപുരത്തേക്ക് കൊടുത്തുവിട്ടത് താനാണെന്നും ഇദ്ദേഹം പറയുന്നു. ശേഷമാണ് ഇന്റലിജൻസ് ഓഫീസർ അത് അറിയുന്നുള്ളൂ. അപ്പം
ഇന്റലിജൻസ് ഓഫീസർ എങ്ങനെ അറിഞ്ഞു ചോദിക്കുന്നത്. ഇന്റലിജൻസിന്റെ ഒരു വർക്കിംഗ് രീതി അങ്ങനെയാണ്. രീതിയുണ്ട്, അങ്ങനെയാണത്. മനസ്സിലായില്ലേ? അത് പല വിധത്തിലും ഉണ്ടാവും. ഇന്റലിജൻസ് ഓഫീസർ ഞാനവിടെ വിസിറ്റ് ചെയ്തിരുന്നു നെക്സ്റ്റ് ഡേ, വെറുതെ കാഷ്വൽ വിസിറ്റ്. അങ്ങനെ വിസിറ്റ് ചെയ്ത സമയത്താണ് ഇത് എനിക്ക് സംശയം വന്നത്, ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇവരൊക്കെ എനിക്ക് അറിയുന്ന ഓഫീസേഴ്സ് ആണല്ലോ. അങ്ങനെ സംശയമൊക്കെ വന്നതിന് ശേഷം ഞാനിങ്ങോട്ട് പോകും, സംശയമുണ്ട്. പിന്നെ ഞാൻ അതിൽ നിന്ന് വർക്കപ്പ് ചെയ്തിട്ട് അവിടെ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ഓഫീസറെ തന്നെ ഞാൻ വിളിച്ചിട്ട് മൃതദേഹം എന്തു ചെയ്തു എന്നത് തനിക്കറിയാം എന്ന സൂചനയും കുറിപ്പ് നൽകി. കാര്യം കേസ് അങ്ങനെയാണ്, ബോഡി കിട്ടിയിട്ടില്ലല്ലോ. ബോഡി ഡിസ്പോസ് ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷേ ബോഡി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, കിട്ടില്ല. അങ്ങനത്തെ സ്ഥലത്താണത് പോയത്. DGP ആയിരുന്ന ജയറാം പടിക്കലിന്റെ നിർദ്ദേശപ്രകാരം സ്ഥലം SI ആണ് രാജന്റെ ശരീരം ഇല്ലാതാക്കിയതെന്നാണ് ഹസൻ കോയ പറയുന്നത്. അതിന്റെ ശരിക്കുള്ള കാര്യം പറയുകയാണെങ്കിൽ അന്ന് പഠിക്കൽ സാറ് ആ ലൊക്കേഷൻ പരിചയമുള്ള അന്നത്തെ അവിടുത്തെ SI അയാളെ ഏൽപ്പിക്കുകയാണ്. അയാളെ വിളിച്ചിട്ട് ചോദിച്ചു തനിക്ക് ഡ്രൈവിംഗ് അറിയാം. അന്നത്തെ ഇപ്പോഴത്തെ 974 വയസ്സിന്റെ SI ഡ്രൈവിംഗ് അറിയാം, ലൊക്കേഷൻ അറിയാം. ഈ ഡെഡ് ബോഡി ഇന്നത്തെ അത് ചില കെമിക്കൽസ് വന്നു. അത് എന്നേക്കാരനാണ്, ഫിലോസഫിയാണ്, ഡോക്ടറാണ്, നല്ല വേറെ മനുഷ്യനാണ്. അയാൾ ചില കെമിക്കൽസ് വന്നു, തിന്നുന്ന കെമിക്കൽസ് വന്നു ഇട്ടിട്ട് നല്ല സൗകര്യത്തിൽ ഡിസ്പോസ് ചെയ്തു. എവിടെ ഡിസ്പോസ് ചെയ്തു എന്നോട് പോലും പറയരുത്. എവിടെ ഡിസ്പോസ് ചെയ്തു എന്നുള്ളത് ഇന്നോട് പോലും പറയരുത്. അപ്പൊ ഇന്നോട് പോലും പറയരുത്, ഈ മൂന്നാമതൊരാളോട് പറയരുതെന്ന് അർത്ഥം. അടിയന്തരാവസ്ഥ കാലത്ത് നക്സലൈറ്റ് ബന്ധം ആരോപിച്ച് പോലീസ് പിടിച്ചു കൊണ്ടുപോയ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി രാജൻ എന്ത് സംഭവിച്ചു എന്നുള്ള ഞങ്ങളുടെ അന്വേഷണം എത്തി നിൽക്കുന്നത് ഇവിടെയാണ്. ഇത് കോഴിക്കോട് ജില്ലയിലെ കക്കയം ഡാമിലെ ഉരക്കുഴി. 1000 അടിയോളം താഴ്ചയാണ് ഈ പ്രദേശത്തിനുള്ളത്. രാസപ്രയോഗത്തിന് ശേഷം രാജന്റെ മൃതശരീരത്തിൽ ബാക്കിയായ അവശിഷ്ടങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശപ്രകാരം പോലീസുകാർ ഇവിടെ താഴേക്ക് തള്ളുകയും. മൃതദേഹം എന്തു ചെയ്തുവെന്ന് പുറത്തു വരാതിരുന്നത് മാത്രമല്ല രാജൻ കേസിൽ ആരോപണ വിധേയർ രക്ഷപ്പെടാൻ കാരണം. കേസ് അട്ടിമറിക്കാൻ സംഘടിതമായ ശ്രമം നടന്നിരുന്നു. സർവീസിലിരിക്കെ ലക്ഷ്മണയെയും മധുസൂദനനെയും സഹായിച്ചതിന്റെ കഥ ഹസൻ കോയ തുറന്നു പറയുന്നു. ഞാൻ ഞാൻ ഇവർക്ക് ഇടക്കിടക്ക് ജയിലിൽ പോകും, ഇവരെ കാണാൻ. ഈ ജയിലിൽ കിടക്കുന്നവരെ ഇതിന്റെ ബിലോഡ് ഓഫീസേഴ്സാണ്. പഠിക്കലിനെയും മസൂർ സാറിനും ഇവരൊക്കെ കാണാൻ വേണ്ടി, ലക്ഷ്മണയൊക്കെ ഇവരൊക്കെ കാണാൻ വേണ്ടി പോകും. ചെറിയ ചെറിയ ആകർഷണം എനിക്ക് കിട്ടും. അതിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും ഉണ്ട്. ഇങ്ങനെ സഹായിച്ചതിന് ഹസൻ കോയ നേരിടേണ്ടി വന്നത് വകുപ്പ് തല നടപടി മാത്രം. പോലീസുകാരെ പ്രതി ചേർത്താൽ പോലീസുകാർ സമരത്തിനിറങ്ങുമെന്ന ഊമക്കത്ത് തയ്യാറാക്കി അയച്ചിരുന്നുവെന്നും ഹസൻ കോയ വെളിപ്പെടുത്തി. ഇവർക്ക് ജാമ്യം കിട്ടാനുള്ള കാരണക്കാരൻ ഞാനാണ്. ലക്ഷ്മണക്കും പാർട്ടിക്കും ജാമ്യം കിട്ടാനുള്ള കാരണം, പോലീസുകാരെ പ്രതി ചേർക്കാതിരിക്കാനുള്ള കാരണം ഞാനാണെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അത് അന്നത്തെ ഗവൺമെന്റ് തീരുമാനിച്ചു. ഇത് പോലീസിൽ ഒരു സമരം വരും എന്നുള്ളിടത്തോളം ഒരു അനോണിമസ് ടെലഗ്രാം എല്ലാവർക്കും പോയി, ലെറ്ററും. പോലീസിൽ സമരം വരും. അന്ന് ആദ്യമായിട്ട് ഒരു അനോണിമസ് ടെലഗ്രാം, ഇത് അനോണിമസ് ലെറ്റർ കംപ്ലീറ്റ് പോയത്. അന്ന് പിന്നെ അത് SSPക്കാരൻ അന്വേഷിച്ചിട്ട് കണ്ടത് KG അടിയോടി, അന്ന് മന്ത്രിയോ MLA ഒക്കെയാണ്, KG അടിയോടി ഇമ്പീരിയൽ ഹോട്ടലിൽ വെച്ച് ടൈപ്പ് ചെയ്താണെന്നാണ് പേര്. സത്യത്തിൽ ടൈപ്പ് ചെയ്തത് ഞാൻ ടൈപ്പിസ്റ്റാണ്. ഞാൻ ടൈപ്പ് ചെയ്തുണ്ടാക്കിയ ലെറ്ററാണ്. പുതിയ പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് പോസ്റ്റ് ചെയ്തത്. നക്സൽ നേതാവ് വർഗീസിനെ വെടിവെച്ചു കൊന്നത് താനാണെന്ന് CRPF കോൺസ്റ്റബിളായിരുന്ന രാമചന്ദ്രൻ നായർ തുറന്നു പറഞ്ഞ സാഹചര്യത്തിൽ അന്വേഷണം നടന്നിരുന്നു. രാജൻ കേസിൽ ആരോപണ വിധേയനായിരുന്ന ലക്ഷ്മണ വർഗീസ് വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ്. ജയറാം പടിക്കൽ മരിച്ചു. TV മധുസൂദനനും പുലിക്കോടനും ഇപ്പോഴുമുണ്ട്. ഇവരാരും സംസാരിക്കാൻ തയ്യാറായില്ല. തന്റെ ചിത്രം പോലും വരുന്നതിൽ വിയോജിപ്പുണ്ടെന്നാണ് പുലിക്കോടൻ പറഞ്ഞത്. ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ KGK കുറുപ്പ്, ഹസൻ കോയ എന്നിവർ സംസാരിക്കുന്നത് രഹസ്യമായി ക്യാമറയിൽ പകർത്തുകയായിരുന്നു.
അടിയന്തരാവസ്ഥയിൽ നടന്ന അതിക്രമങ്ങളെക്കുറിച്ചുള്ള പുറത്തുവരാത്ത വിവരങ്ങൾ ഇനിയുമുണ്ടെന്നാണ് അന്വേഷണം തെളിയിക്കുന്നത്. നിയമവിരുദ്ധമായ 2 കൊലപാതകങ്ങളെങ്കിലും നടന്നുവെന്നും